ഇന്നൊരു വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചതേ അല്ലേ. ഇതൊരു സൺഡേ ആയിരുന്നു. അപ്പോൾ രാവിലെ നമ്മൾ പതിവ് പോലെ പള്ളി പോന്നു. കൂടെ നമ്മുടെ പള്ളിയിൽ ആദിബല പെരുന്നാൾ നടക്കുന്ന സമയമായിരുന്നു. അപ്പോൾ പെരുന്നാളും കൂടി തിരിച്ച് വീട്ടിൽ വരണം എന്നുള്ള ഒറ്റ ഉദ്ദേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളേ. അപ്പോഴാണ് രാവിലെ പള്ളി ചെന്നപ്പോൾ പിള്ളേർ പറയുന്നത് നമ്മുടെ സൺഡേ സ്കൂൾ അപ്പച്ചൻ്റെ 79ാമത്തെ ബർത്ത്ഡേ ആണെന്ന്, സർപ്രൈസായിട്ട് ഒരു കേക്ക് കട്ടിങ് ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ ഒരു വീഡിയോ എടുക്കാൻ, കാരണം നമ്മളിപ്പോൾ വീഡിയോ ഇട്ടിട്ടും കുറച്ചായി, ഇതാകുമ്പോൾ നമുക്കൊരു കണ്ടന്റുമായി. അതുമല്ല അപ്പച്ചൻ്റെ 79ാമത്തെ ബർത്ത്ഡേ എന്നൊക്കെ പറയുമ്പോൾ ഒരു മെമ്മറി ആണല്ലോ. അങ്ങനെ നമ്മൾ സൺഡേ സ്കൂളിൽ ചെന്നു, കേക്കൊക്കെ സെറ്റാക്കി, അപ്പച്ചന് ഓരോ മൊമെൻ്റെയും പിള്ളേരുടെ വക ഒരു പൊന്നാടയൊക്കെ അണിയിച്ച് കേക്കൊക്കെ കട്ടാക്കി. അപ്പച്ചന് ഭയങ്കര സന്തോഷമായി. ഇന്നിപ്പോൾ ഓൾറെഡി നമ്മുടെ പള്ളിയിൽ ആദിബല പെരുന്നാൾ ആയതുകൊണ്ട് രാവിലെ പള്ളി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നേ. അപ്പം അപ്പച്ചൻ പറഞ്ഞു വേറൊരു ഞായറാഴ്ചയായിട്ട് എല്ലാവർക്കും കാപ്പിയൊക്കെ തരാമെന്ന് പറഞ്ഞ് അപ്പച്ചനും നമ്മൾ പിള്ളേരും എല്ലാം ഹാപ്പിയായി കേക്കൊക്കെ കഴിച്ച് നമ്മൾ നേരെ ഓഡിറ്റോറിയത്തിൽ പോയേ. അവിടെയാണ് ആദിബല പെരുന്നാൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആദിബല പെരുന്നാൾ എന്ന് പറയുമ്പോൾ ലേലം വിളി മാത്രമല്ല കേട്ടോ, നമുക്ക് ഫുഡ് സ്റ്റാളും ഒക്കെ ഉണ്ട്. അവിടെ നാരങ്ങവെള്ളവും കട്ട്ലേറ്റും പഴംപൊരിയും പരിപ്പോടയും കപ്പയും മീൻകറിയും ബിരിയാണിയും ഒക്കെ കിട്ടും. അങ്ങനെ നമ്മൾ കിട്ടിയ ഏതാണ്ടൊക്കെ മേടിച്ച് ലേലം വിളി എല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തി. അവിടുന്ന് മേടിച്ച കപ്പയും മീൻകറിയും കഴിച്ചു. കൂടെ പള്ളിയിൽ നമ്മുടെ ഒരു ആൻറ്റി തന്നെ ഉണ്ടാക്കിയ ഡ്രീം കേക്ക് ലേലം വിളിക്കാനുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതിലൊരെണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ വീട്ടിൽ വന്ന് അതും കഴിച്ച്. കാര്യമൊക്കെ സൺഡേ ഒക്കെ ആണെങ്കിലും നമുക്കിന്ന് ക്ലാസ് ഉള്ള ദിവസമായിരുന്നു. പക്ഷേ പള്ളിയിൽ ഇത്രയും പരിപാടിയൊക്കെ നടക്കാൻ നമുക്ക് ക്ലാസ്സിൽ കയറാമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ലല്ലോ. അതുകൊണ്ട് ക്ലാസ് കണ്ടില്ല. അതുകൊണ്ട് ഇനിയിപ്പോൾ റെക്കോർഡിങ്സ് കാണണം. അപ്പോൾ ഞാൻ പോയി വേഗം പോയിരുന്ന് ക്ലാസ് കാണട്ടെ. അപ്പോൾ ഓക്കെ ബൈ.